വൈകിട്ട് പന്തളത്ത് നടക്കുന്ന UDF ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയിൽ കെ മുരളീധരൻ പങ്കെടുക്കും എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തിയെ തുടർന്ന് കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ അനുനയമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, നേരത്തെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തിയിൽ കെ മുരളീധരൻ ഈ യാത്രയിൽ പങ്കെടുക്കില്ല, അതിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ആ രീതിയിൽ നേരെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പന്തളത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ നേതൃത്വം ഇടപെട്ടു എന്നുറപ്പാണല്ലേ? എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പ്രജിൻ ഇദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഈ മുരളീധരൻ ഇപ്പോൾ ഈ പന്തളത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ വാർത്തകൾ വന്ന സമയത്ത് അദ്ദേഹം ഈ ഗുരുവായൂരിലെ ഫ്ളാറ്റിൽ വിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് വിശ്രമശേഷം അദ്ദേഹം ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുമായി ഒരു കൂടിയാലോചന നടത്തിയത്. കോൺഗ്രസിനെയും UDF എല്ലാം സംബന്ധിച്ച് ഈ ശബരിമല വിഷയത്തിൽ അതിൽ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് UDF ശ്രമിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ സമരവുമായി രംഗത്തെത്തിയത് കോൺഗ്രസും UDF ഒക്കെയാണ്. ഈ ശബരിമല സ്വർണ്ണ കൊള്ള വിഷയത്തിൽ ഒരു എഡ്ജ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് BJP അടക്കം വിലയിരുത്തിയതാണ്. ആ സാഹചര്യത്തിൽ അത്തരമൊരു വലിയൊരു സമരത്തിലേക്ക് UDF പോകുന്ന വേളയിൽ വിട്ടുനിന്നാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കെ മുരളീധര പക്ഷത്തിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ അദ്ദേഹം പന്തളത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നിശ്ചയിച്ചിരുന്ന യാത്ര ഈ 2:45 തൃശ്ശൂരിലെത്തുക, 3:15 ജനശതാബ്ദിക്ക് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി 2:30 അദ്ദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. അതിനിടയിലാണ് ഇപ്പോൾ 2 മണിയോടുകൂടി അദ്ദേഹം ഈ പന്തളത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് ബൈ റോഡ് പന്തളത്തേക്ക് എത്താനുള്ള തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ കാറിലാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിലേക്ക് വാഹനം എത്തുന്നേ ഉള്ളൂ. എന്തായാലും വൈകുന്നേരത്തോടുകൂടി പന്തളത്തെത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. രാവിലെ ഈ വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ ലഭ്യമായില്ല. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് KPCC നിശ്ചയിച്ചിരുന്ന യാത്ര അത് ഇന്നലെയായിരുന്നു. ഇന്ന് നടക്കുന്ന UDF പരിപാടിയാണ്. ഇന്നലെ നടന്ന പരിപാടിയിലടക്കം ഈ ജാഥ അവിടെ കൊണ്ടുചെന്ന് എത്തിച്ചതിന് ശേഷമാണ് താൻ മടങ്ങിയത് എന്നുള്ളതാണ് ഇദ്ദേഹവുമായി, അതായത് മുരളീധരൻ മടങ്ങിയതെന്നുള്ളതായിരുന്നു ഇദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിട്ടുനിൽക്കുകയാണ്. അതൊരു വിട്ടുനിൽക്കലല്ല. സ്വാഭാവികമായും എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ അദ്ദേഹം ദർശനം നടത്താറുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ക്ഷേത്രത്തിൽ പോവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഈ വിട്ടുനിൽക്കുക, അതായത് ഈ 1-ാം തീയതി അമ്പലത്തിൽ വരാതെ വിട്ടുനിൽക്കുന്നുള്ളത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം അദ്ദേഹം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാദം ശരിയല്ല എന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. എന്തായാലും മുരളീധരൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തുന്നു. തൃശ്ശൂർ നഗരത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം പന്തളത്തേക്ക് തന്നെ യാത്ര തിരിക്കുന്നു. അതിന്റെ യാത്രാ മധ്യയാണ് അദ്ദേഹം ഉള്ളത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.